ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് FSSAയിൽ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് FSSA എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രാലയം നടത്തുന്ന എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് നിയമനം നടക്കുന്നത്. അതായത് നല്ല പേ സ്കെയിൽ കിട്ടുന്ന ഒരു തസ്തികയാണ്. മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു പോസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ഭക്ഷ്യോൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടം മുതൽ വിതരണം ചെയ്യുന്ന വിവിധ ഘട്ടങ്ങളിലായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ഒപ്പം അതിനെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയും ലൈസൻസ് കൊടുക്കുകയും അടക്കമുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളുള്ള, എന്നാൽ ധാരാളം അധികാരങ്ങളുള്ള, അതിനെല്ലാം ഉപരി നല്ല ശമ്പളം കിട്ടുന്ന ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ എക്സാമിനേഷൻ നടത്തുന്നത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നേരിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമിനേഷൻ ആണ്. പക്ഷേ ഈ ഒരു എക്സാമിനേഷൻ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. കുറച്ച് നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗത്തിനിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കോമ്പറ്റീവ് എക്സാം ആണ്. അതുകൊണ്ട് ഈ ഒരു മേഖലയിലുള്ളവർ അറിയാതെ പോകരുത് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക. കാരണം നിങ്ങളുടെ കരിയറിൽ കിട്ടാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല, ഈ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ എല്ലാ വർഷവും ഇത് വിളിക്കുകയുമില്ല, മറിച്ച് 2-3 വർഷത്തെ ഗ്യാപ്പുകളിലാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് തന്നെ ഈ വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉയർത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് യോഗ്യത ഉള്ളതെന്ന്. ആദ്യമായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ആണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് എവിടെയാണ്? ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനുശേഷം ഡയറി ടെക്നോളജി ആണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ബയോടെക്നോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓയിൽ ടെക്നോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അഗ്രികൾച്ചർ സയൻസ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനിയും വെറ്റിനറി സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ബയോ കെമിസ്ട്രി ആണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി മൈക്രോബയോളജി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇത്രയും യോഗ്യതകൾ നമ്മൾ പറഞ്ഞത് ഡിഗ്രിയാണ്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന ലെവലിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇത് കൂടാതെ ഒരു കാറ്റഗറി കൂടിയുണ്ട്. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഡിഗ്രി ഇൻ മെഡിസിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഈ യോഗ്യത കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും വിട്ടുപോകുന്ന ഒരു മേഖലയാണത്. അതായത് ബിരുദാനന്തര ബിരുദമുള്ള കെമിസ്ട്രിക്കാർ പലപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കില്ല എന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നീടുള്ളത് മെഡിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവരാണ്. അവർ ഓൾറെഡി പ്ലേസ്ഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നുകൂടെ പറയാം ഏതൊക്കെ ബിരുദമാണ് എന്നൊന്നുകൂടി പറയാം. അതായത് നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി. അതായത് ഫുഡ് ടെക്നോളജി നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഡയറി ടെക്നോളജിയിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ബയോടെക്നോളജിയിൽ ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഓയിൽ ടെക്നോളജിയിൽ ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അഗ്രികൾച്ചർ സയൻസിൽ ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. വെറ്റിനറി സയൻസിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ബയോ കെമിസ്ട്രിയിൽ ബിരുദമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. മൈക്രോബയോളജിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഇത് മാത്രമല്ല, ഈ പറഞ്ഞതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റ് യോഗ്യതകളുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സമാനമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിരുദത്തിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഇക്വലൻസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന യോഗ്യത ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ നിർദ്ദിഷ്ട യോഗ്യത ഉള്ളവരൊക്കെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ബിരുദമുള്ളവർക്ക് എന്നത് മാത്രമാണ് നമ്മളുടെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിൻ്റെ കോഴ്സുകൾ നമ്മൾ ഓൾറെഡി ഏണസ്റ്റ് അക്കാഡമിയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം. കാരണം സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും നോട്ടിഫിക്കേഷന് പുറകെ തന്നെ എക്സാമിനേഷൻ വരികയും ചെയ്യുന്ന പ്രവണതയാണ് പൊതുവെ സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്കൊക്കെ ഉള്ളത്. മാത്രവുമല്ല, ഇതൊരു മാസീവ് റിക്രൂട്ട്മെന്റ് ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കില്ല. കാരണം നമുക്കറിയാം വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എക്സാം എത്തും. അതുകൊണ്ട് തന്നെ ഈ
പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന്, ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം വളരെ റാപ്പിഡ് ഫോമിലേക്ക് എത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. CFSO എന്ന് പറയുന്ന പോസ്റ്റ് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. നിങ്ങളുടെ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല തസ്തികയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു ഈ പോസ്റ്റിന് വേണ്ടി. ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.